ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ആദിനാഥ് ഒന്ന് വായിച്ചാട്ടെ. ആദ്യം ചോദ്യം മൊത്തത്തിൽ. Write 3 arithmetic sequences with the sum of the first 7 terms as 70. ഓക്കെ, ഇതാണ് ചോദ്യം. എന്താണ് ആദിനാഥ് ആ ചോദ്യത്തിന്റെ അർത്ഥം? ആദ്യത്തെ 7 ടേമിന്റെ സമ്മ് 70 വരുന്ന 3 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. ഞാൻ പറയുമ്പോൾ എല്ലാവരും സ്ക്രീനിൽ നോക്കിയിരിക്കുക. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം എഴുതാൻ സമയം തരുമ്പോൾ മാത്രം ബുക്കിൽ എഴുതുക. ഒന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യന് തന്നിട്ടുള്ള ഓരോ എന്തോ ആദിനാഥേ? ആദ്യത്തെ 7 ടേമിന്റെ സമ്മ് 70. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: സം ഓഫ് ഫസ്റ്റ് 7 ടേംസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 70 അല്ലേ? ബ്രാക്കറ്റിൽ ഗിവൺ. അതിനാതെ ഈ 7 പറയുന്ന നമ്പറിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ അതിനാതെ? ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ. അപ്പോൾ ഓഡ് നമ്പേഴ്സിന്റെ, അതായത് നമ്പർ ഓഫ് ടേംസ് ഓഡ് നമ്പറായിട്ടുള്ളവരുടെ സമ്മാണ് തന്നേക്കുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച എന്തോ ഒരു ഐഡിയ പ്രയോഗിച്ചാൽ നമുക്ക് എന്തെങ്കിലും പുതിയതായിട്ട് വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ? മിഡിൽ ടേം കണ്ടുപിടിക്കാം. മിഡിൽ ടേം കണ്ടുപിടിക്കാം. ഈ 7 പേരുള്ളതിലെ മിഡിൽ ടേം ആരാണ്? നാലാമത്തെ ടേം. 7 ടേം ഉള്ളതിലെ മിഡിൽ ടേം എന്ന് പറയുന്നത് നാലാമത്തെ ടേമാണ്. അപ്പൊ ഫോർത്ത് ടേം ഈക്വൽ 70/7. സമ്മിനെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 70/7 എത്ര കിട്ടും? 10. അപ്പൊ നമുക്ക് ആകെ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഒരേ ഒരു ഇൻഫർമേഷൻ, നിങ്ങൾ എഴുതാൻ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ നാലാമത്തെ ടേം എത്ര ആയിരിക്കണം? നാലാമത്തെ ടേം എത്ര ആയിരിക്കണം? അടുത്തതിനോടാ ചോദ്യം. ഹലോ സാർ. നമ്മൾ എഴുതാൻ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ, അതിലെ നാലാമത്തെ ടേം എത്ര ആയിരിക്കണം? 10. 10 ആയിരിക്കണം. അപ്പൊ നോക്കാം, നമ്മളോട് എത്ര അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാനാ പറഞ്ഞേ? 3. നോക്കാം. എ ബി സി. എത്ര ടേം വേണം നമുക്ക് മൊത്തം? 7 ടേം. അപ്പൊ നോക്കിക്കേ, 1 2 3 4 5 6 7 ടേം. ഇതിലെ നാലാമത്തെ ടേമായിട്ട് ആരെ ഫിക്സ് ചെയ്യുക? 10. ഈ ഒരു ടേം വെച്ചോണ്ട് മാത്രം നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ പറ്റത്തില്ല അല്ലേ? പറ്റുമോ? ഇല്ല. എന്തുകൂടെ അറിയണം? കോമൺ ഡിഫറൻസ്. ആ കോമൺ ഡിഫറൻസ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാൻ തൽക്കാലം കോമൺ ഡിഫറൻസ് 1 ആയിട്ട് എടുക്കുന്നു. കോമൺ ഡിഫറൻസ് എത്ര എടുക്കുന്നു? 1. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 10 കഴിഞ്ഞുള്ള ആളുകളെ ഒന്ന് പറഞ്ഞു ആദ്യം. 11 12 13. 10ന് മുമ്പുള്ള ആളുകളോ? 9 8 7. ഇവരെ കൂട്ടിയാൽ നമ്മുടെ 70 കിട്ടുമോ എന്നൊന്ന് കൂട്ടി നോക്കിക്കുക എല്ലാവരും. സൈഡിലോട്ട് കാണാം റഫായിട്ടേ. 7 പ്ലസ് 8 പ്ലസ് 9 പ്ലസ് 10 പ്ലസ് 11 പ്ലസ് 12 പ്ലസ് 13 ഒന്ന് കൂട്ടി നോക്കിക്കേ. ആർക്കും കൂട്ടിയിട്ട് ഉത്തരം കിട്ടുന്നില്ലയോ? കിട്ടും സാർ. ഓക്കെ, 70 സമ്മ് കിട്ടുന്നുണ്ട്. അപ്പൊ കറക്റ്റ് ആണല്ലോ അല്ലേ? നമ്മൾ അടുത്ത അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാൻ പോവാണ്. ആദ്യത്തെ ഉണ്ടോ ക്ലാസ്സിൽ? മൈക്കും വീഡിയോ ഓൺ ചെയ്താട്ടെ.
മൈക്കും വീഡിയോയും ഓൺ ചെയ്യുക. ഓക്കെ, നമ്മൾ ഇവിടെയും നാലാമത്തെ ടേമായിട്ട് ആരെ ഫിക്സ് ചെയ്യണം? 10 ഫിക്സ് ചെയ്യണം. ഇനി കോമൺ ഡിഫറൻസ് നമ്മൾ അടുത്തൊരു നമ്പർ കൊടുക്കുന്നു 2. അങ്ങനെയാണെങ്കിൽ 10 കഴിഞ്ഞിട്ടുള്ള ആളുകളെയൊക്കെ ഒന്ന് ആദ്യം പറഞ്ഞാട്ടെ. 12 12 14 16 ഓക്കെ. 10 മുമ്പുള്ള 3 പേരെ പറഞ്ഞാട്ടെ. 8 ആ 6 ആ 5 അല്ലേ 4. ഇവരെ ഒന്ന് കൂട്ടി നോക്കിക്കേ. കൂട്ടി നോക്കുമ്പോൾ ആദിദേവന് 70 കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ അടുക്ക പറയുക. ഈ ബി എന്ന നമ്പർ കൊടുത്ത് എഴുതിയിരിക്കുന്ന ആളുകളെ കൂട്ടി നോക്കുക. കൂട്ടി നോക്കുമ്പോൾ ആദിദേവിന് 70 കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. കിട്ടുന്നുണ്ട് സാർ. കിട്ടുന്നുണ്ട്. ബാക്കി ഉള്ളവർക്കും കൂട്ടുമ്പോൾ 70 കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട് സാർ. നമുക്ക് അടുത്തൊരു അരിത്തമെറ്റിക് സീക്വൻസ് കൂടെ വേണം. അപ്പോൾ അതിനെക്കുറിച്ച് അഭിനവ് ഉണ്ടോ ക്ലാസ്സിലെ? ഉണ്ട് സാർ. അല്ലൊരു സെക്കൻഡ്. ഇതിനകത്ത് ഈ അഭിനവ് എം എന്ന പേര് കാണിക്കുന്ന ആരാ? അഭിരാമി എം പിള്ളയാണോ? അപ്പൊ അഭിരാമി മൈക്കും വീഡിയോ ഓൺ ചെയ്തിട്ട് ഈ അരിത്തമെറ്റിക് സീക്വൻസിലും നമ്മൾ നാലാമത്തെ ടേമായിട്ട് ആരെ സെറ്റ് ചെയ്യണം അഭിരാമി? 10 സെറ്റ് ചെയ്തു. നമ്മൾ കോമൺ ഡിഫറൻസ് മാറ്റുവാണ്. കോമൺ ഡിഫറൻസ് നമ്മളിപ്പോൾ 3 ആക്കുവാന്ന് വിചാരിക്കുക. കോമൺ ഡിഫറൻസ് എത്ര ആക്കുന്നു? അങ്ങനാണെങ്കിൽ 10 ശേഷമുള്ള ആളുകളെ അഭിരാമി ഒന്ന് പറഞ്ഞേ. 10 ശേഷം വരുന്ന ആളുകൾ 13 16 18 19. 10 മുമ്പുള്ള ആളുകളെ പറഞ്ഞേ. 6 10 3 കുറച്ചാലോ? 7 7 3 കുറച്ചാൽ 7 3 കുറച്ചാൽ 4 4 3 കുറച്ചാൽ 1. ഇവരെ എല്ലാവരെയും കൂടെ കൂട്ടി നോക്കുമ്പോൾ അഭിരാമിക്ക് 70 കിട്ടുന്നുണ്ടോ എന്നൊന്ന് പറഞ്ഞാട്ട് എൻ്റെ അടുക്കേ. മൈക്ക് ഓഫ് ചെയ്തോ. കൂട്ടിയിട്ട് ഉത്തരം കിട്ടിക്കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. കിട്ടുന്നുണ്ട് സാർ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചേ. ഇങ്ങനെ എത്ര അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും? ഈ ആദ്യത്തെ 7 ടേമിൻ്റെ സമ്മ് 70 വരുന്ന എത്ര അരിത്തമെറ്റിക് സീക്വൻസുകൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും? ജനറൽ ക്വസ്റ്റ്യൻ ആർക്കൊണ്ട് ഉത്തരം പറയാം. എത്ര അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് എഴുതാൻ പറ്റും? 7 എണ്ണമേ എഴുതാൻ പറ്റൂ. പിന്നെന്തെങ്കിലും അഭിപ്രായം? കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. 7 പേരുടെ സം എടുക്കുമ്പോൾ 70 വരണം. അങ്ങനെ എത്ര അരിത്തമെറ്റിക് സീക്വൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും? 7 എണ്ണം. 7 എണ്ണം. 2 പേരുടെ അഭിപ്രായം 7 എന്നാണ്. ബാക്കിയുള്ളവർ 1-2 പേരുടെ അഭിപ്രായം കേൾക്കട്ടെ. സമയം കളയാതെ പിള്ളേരെ. 9 എണ്ണം എന്നാണ് അഭിരാമി പറഞ്ഞിരിക്കുന്നത്. 7നേക്കാൾ കുറച്ചുകൂടെ കൂടട്ടെ 9. പിന്നെ വേറെ എന്തെങ്കിലും? 10. അപ്പം ഇനിയും പരിപാടി പതുക്കെ ലേലം വിളിക്കും. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം. പക്ഷെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ.
ആ അരിത്തമെറ്റിക് സീക്വൻസിലെല്ലാം ഫോർത്ത് ടേം എത്ര ആയിരിക്കണം? 10. 10 ആയിരിക്കണം. 10. കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പറുകൾ മാറ്റി മാറ്റി കൊടുത്ത് എത്ര അരിത്തമെറ്റിക് സീക്വൻസ് വേണേലും എഴുതാം. അതിലെ 7 പേരുടെ സമ്മ് എത്ര തന്നെ വരുത്തുള്ളൂ? 10. സമ്മ് 7 പേരുടെ 70. 70. ഒന്നാമത്തെ കണക്കിന് ആൻസർ പിടികിട്ടിയ എല്ലാവർക്കും? എല്ലാവരും സ്ക്രീനിൽ നോക്കി ഉത്തരം എഴുതുക. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്തിട്ട് സാറി ഞാൻ ഇന്ന ആളാണ്, എനിക്ക് ഇന്ന ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരും. എഴുതാമല്ലോ? എഴുതാമോ? ബോർഡിൽ ആ ഓക്കെ. അപ്പോൾ നമ്മളതിൻ്റെ എക്സസൈസിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വായിക്കേണ്ടത് അക്ഷയ മുരളിയാണ്. അക്ഷയ മുരളി ക്ലാസ്സിലുണ്ടല്ലോ? ഉണ്ട് സർ. അപ്പോൾ അക്ഷയ മൈക്കും വീഡിയോയും ഓൺ ചെയ്തിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 2 വായിക്കാം. The sum of the first 3 terms of an arithmetic sequence is 30 and the sum of the first 7 terms is 140. What is the second term of the sequence? What is the fourth term of the sequence? What are the first 3 terms of the sequence? എന്താണ് അക്ഷയ വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 3 ടേമുകളുടെ സമ്മ് 30 ആണ്. ഓക്കെ, ഒരു സെക്കൻഡ് ഞാൻ എഴുതിക്കോട്ടെ. ആരും ഇപ്പോൾ ഒന്നും എഴുതരുത്, എല്ലാവരും സ്ക്രീനിൽ നോക്കിയിരിക്കാം. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ എത്ര പേരുടെ സമ്മാണ്? 3 പേരുടെ. സം ഓഫ് ഫസ്റ്റ് 3 ടേം 3 ടേംസ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 30. ബ്രാക്കറ്റ് നമ്മൾ എഴുതുന്നു ഗിവൺ എന്ന്. ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസ് കണ്ടോ അക്ഷയ? എത്ര? 3. അത് എന്ത് നമ്പരാണ്? ഓഡ് നമ്പർ. അങ്ങനാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഐഡിയ പ്രയോഗിച്ചാൽ ആരെ കണ്ടുപിടിക്കാം? സെക്കൻഡ് ടേം. അതായത് ഈ 3 പേരിലെ മിഡിൽ നമ്പർ. ആ മിഡിൽ നമ്പർ ആരാ? 2. which implies second term is equal to sum of the 3 terms by 3. അതായത് 30 divided by 3 is equal to 10. ഇനി അക്ഷയ അതിന്റെ എ പാർട്ട് ഒന്ന് വായിച്ചു നോക്കിയ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. What is the second term of the sequence? ഇതിന്റെ ആൻസർ അല്ലേ നമുക്ക് ഇപ്പൊ കിട്ടിയത്? ഇനി ക്വസ്റ്റ്യൻ കണ്ടിന്യൂ ചെയ്യും. അതിന്റെ സെക്കൻഡ് പാർട്ട്. What is the fourth term of the sequence? അതല്ല, നമ്മുടെ മെയിൻ ക്വസ്റ്റ്യന്റെ ബാലൻസ്. The sum of the first 7 terms is 140. അപ്പോൾ നമ്മൾ എഴുതുന്നു സം ഓഫ് first 7 terms. First 7 terms is equal to 140. 140 ഇല്ലയോ? ഇവിടെയും ഈ നമ്പർ ഓഫ് ടേംസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഓഡ് നമ്പർ. ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും. അവിടുത്തെ ഈ 7 പേരുള്ളതിലെ മിഡിൽ ടേം ആരാ? 4. അപ്പോ ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു 140 by 7 is equal to 20. ഇനി അക്ഷയ സെക്കൻഡ് പാർട്ട് ഒന്ന് വായിച്ചേ. What are the first 3 terms of the sequence? അല്ലല്ല, നമ്മുടെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട്. The sum of first 7 terms is 140. അല്ല, നമ്മുടെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ. വാട്ട് ഈസ് ദി fourth term of the sequence? അതല്ലേ നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ 20 എന്നുള്ളത്. ഇനി എന്താണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ?
What are the first three terms of the sequence? ഈ സീക്വൻസിലെ ആദ്യത്തെ 3 ടേമുകളെ നമ്മൾ എഴുതണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ടേം, രണ്ടാമത്തെ ടേം, മൂന്നാമത്തെ ടേം. അപ്പൊ ഇതിലിപ്പോ ആരെ നമുക്കറിയാം? Second term ഉം fourth term. ഓക്കെ, അപ്പൊ ഇനി 1ഉം 3ഉം എഴുതാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? Common difference കണ്ടുപിടിച്ചിട്ട് പറഞ്ഞോട്ടെ. കോമൺ ഡിഫറൻസ് ഈക്വൽ TD by term difference by position difference. ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ CD ഈക്വൽ TD ബൈ PD എന്ന് എഴുതരുത്. പകരം കോമൺ ഡിഫറൻസ് ഈക്വൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പറഞ്ഞു അക്ഷയ. 20 minus 10 by 4 minus 2. 4 minus 2. 20 minus 10 എത്ര? 10. 10 divided by 4 minus 2. 2. 10 by 2 എത്ര? 5. എത്ര കിട്ടി കോമൺ ഡിഫറൻസ്? 5. നമുക്ക് അടുത്ത 3 വരെ എഴുതാമല്ലോ. ഫസ്റ്റ് 3 terms are 5, 10. 2, 3. ഇതിൽ നമുക്ക് അറിയാവുന്ന ആരെയായിരുന്നു? രണ്ടാമത്തെ ടേം 10 ആണെന്നറിയാം. കോമൺ ഡിഫറൻസ് നമുക്ക് ഇപ്പൊ 5 എന്ന് കിട്ടി. അപ്പൊ 10 കഴിഞ്ഞിട്ടുള്ള ആള് 15. 10ന് മുമ്പുള്ള ആള് 5. ഇവരെ 3 പേരെ കൂടെ കൂട്ടിയാൽ 30 കിട്ടുമോ? കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ എല്ലാ പാർട്ടിന്റെ ആൻസർ മനസ്സിലായോ എല്ലാവർക്കും? രണ്ടാമത്തെ കണക്കിന്റെ എല്ലാ പാർട്ടിന്റെ ആൻസർ എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, അപ്പോ സ്ക്രീനിൽ നോക്കി നോട്ട്ബുക്കിലോട്ട് ഉത്തരം എഴുതുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 3 നമ്മുടെ അക്ഷയ മുരളി. അമല വിനോദ് ആരാണ്? ചന്ദ്രകിരണ. അപ്പൊ ചന്ദ്രകിരൺ സൗണ്ട് ഇച്ചിരി കുറച്ചിട്ട് മൂന്നാമത്തെ ചോദ്യം വായിക്കാം. The sum of first 5 terms of an arithmetic sequence is 150 and the sum of the first 10 terms is 550. What is the third term of the sequence? What is the eighth term of the sequence? Write the first 5 terms of the sequence. എന്താണ് ചന്ദ്രകിരൺ വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം? ഓരോന്നായിട്ട് പറഞ്ഞാട്ടെ. ആദ്യത്തെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 5 ടേമിന്റെ സമ്മ് 150 ആണ്. ഒന്ന് നിർത്താം. അപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 5 ടേമിന്റെ സമ്മ് അല്ലേ? സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? 150. നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ നമ്പർ ഓഫ് ടേംസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ചന്ദ്രകിരൺ? ഓഡ് നമ്പർ 5. അപ്പൊ അങ്ങനാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മിഡിൽ ടേം. അതാരാ മിഡിൽ ടേം? 3. അപ്പൊ നമുക്ക് എന്താ പറയാം? തേർഡ് ടേം ഈക്വൽ 150 divided by 5 is equal to 150 divided by 5 is equal to 30. ഇനി ചന്ദ്രകിരൺ അതിന്റെ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. third term. What is the third term of the sequence? അത് നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ, ഇനി എന്താണ് ചന്ദ്രകിരൺ അടുത്തത് പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ 10th ടേം 550. ആദ്യത്തെ 10th ടേം 550 എന്നല്ല, സമ്മ് തുക. ആദ്യത്തെ 10 ടേമിന്റെ തുക 150 ആണ്. അപ്പൊ സം ഓഫ് ഫസ്റ്റ് 10 ടേംസ് is equal to എത്രയാണ്? 550. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ചന്ദ്രകിരൺ. എന്താ പ്രശ്നം? ഈവൻ നമ്പർ. അപ്പൊ നമുക്ക് ആരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല? മിഡിൽ ടേം.
അപ്പം ഞാൻ ചെറിയ ഐഡിയ പ്രയോഗിച്ച് നോക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. ഇതിന് തൊട്ട് മുമ്പേ പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ 5 പേരുടെ സമ്മെന്നല്ലേ പറഞ്ഞേക്കുന്നേ? ആ ആ ആദ്യത്തെ 5 പേരും അത് കഴിഞ്ഞിട്ട് വരുന്ന 5 പേരൂടെ ചേരുമ്പോഴല്ലേ മൊത്തം 10 പേരാകുന്നത്. ആ ഒന്നുകൂടെ, ആദ്യത്തെ 5 പേരുടെ സമ്മ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് 150 പറയുന്നുണ്ട്. പിന്നെ പറയുന്നു ആദ്യത്തെ 10 പേരുടെ സമ്മ് 550. അപ്പം എൻ്റെ ഐഡിയ ഇതാണ്, ആദ്യത്തെ 5 പേരോട് കൂടി പിന്നത്തെ ഒരു 5 പേരെയും കൂടെ കൂട്ടുമ്പോഴല്ലേ ആദ്യത്തെ 10 പേരെ കിട്ടുന്നേ. ആ അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, വിച്ച് ഇംപ്ലൈസ് സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് പ്ലസ് സം ഓഫ് സെക്കൻഡ് അല്ല നെക്സ്റ്റ് 5 ടേംസ് ഈക്വൽ 550 എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല. ഇല്ല. ഇതിലാരെങ്കിലും ചന്ദ്രന് അറിയാമോ? എന്താ ഫസ്റ്റ് 5 ടൈംസ് ആദ്യത്തെ 5 പേരുടെ സമ്മ നമുക്കറിയാം, എത്ര? 150. അപ്പൊ 150 പ്ലസ് സം ഓഫ് നെക്സ്റ്റ് 5 ടൈംസ് നെക്സ്റ്റ് 5 ടേംസ് ഇസ് ഈക്വൽ ടു 550. അറിയാം. അപ്പൊ അങ്ങനാണെങ്കിൽ സം ഓഫ് നെക്സ്റ്റ് 5 ടേംസ് എന്തോ കിട്ടും? 550 അല്ലേ? 550. ആ എന്റെ ഇവിടെ ലെഫ്റ്റിൽ ഒരു 150 കിടപ്പുണ്ട്, അത് അപ്പുറത്ത് പോയി ഡിവൈഡ് ചെയ്യൂ, ഇൻഡു ഇൻഡു ചെയ്യുവാന്നോ? ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ, അത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോ മൈനസ് ചെയ്യും. 550 നിന്ന് 150 കുറച്ചാൽ അഞ്ഞൂറ്റമ്പതിൽ നിന്ന് 150 കുറച്ചാൽ 400 കിട്ടി. ഓക്കെ, ഇവിടം വരെ എല്ലാവർക്കും ക്ലിയർ ആകുന്നുണ്ടോ? ഓക്കെ, ഈ അടുത്ത 5 പേരെന്ന് പറയുന്നവരുടെ പൊസിഷൻസ് ഒന്ന് പറയാമോ ചന്ദ്രകിരൺ? ഈ അടുത്ത 5 പേരെന്ന് പറഞ്ഞില്ലയോ, ആദ്യത്തെ 5 പേര് കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ 5 പേര്. അല്ലല്ല, അത് ആരൊക്കെയാ ഈ അടുത്ത 5 പേരെന്ന് പറയുന്നത്? 6, 7, 8, 9, 10. 6th ടേം, 7th ടേം, 8th ടേം, 9th 9th ടേം, 10th ടേം അല്ലേ? ഇവരുടെ എണ്ണം ഒരു ഓഡ് നമ്പർ അല്ലേ? അപ്പൊ ഇതിലെ മിഡിൽ നമ്പർ ആരാ? 8. അയാളെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? 400 divided by 5. അപ്പൊ 8th ടേം ഈക്വൽ 400 divided by 5. 400 divided by 5 എത്ര കിട്ടും? 80. 8 അല്ലേ? 80 80. കിട്ടി. ഇനി ചന്ദ്രകരൻ അവിടുത്തെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. What is the 8th term of the sequence? ഈ സീക്വൻസിലെ 8ാമത്തെ ടേം അല്ലേ നമ്മളിപ്പോ കണ്ടുപിടിച്ചത്, ആണോ? ഓക്കെ, ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പൊ ബോർഡിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇത്രയും വിവരങ്ങൾ എഴുതുക. എഴുതി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ അടുത്ത പാർട്ട് പറഞ്ഞുതരാം. പിടി കിട്ടിയോ? എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം, എങ്കിലേ എനിക്ക് എന്റെ ബാക്കി പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. നോക്കിക്കോളൂ. അപ്പൊ ഇപ്പൊ നമ്മുടെ കൈവശം ഉള്ളത് 3rd ടേം 30 ആണെന്നും അറിയാം, 8th ടേം 80 ആണെന്ന് അറിയാം. ഞാൻ ഇതൊന്ന് മായ്ക്കുകയാണ്, അപ്പൊ നിങ്ങൾ എനിക്കൊന്ന് സ്റ്റെപ്പ് പറഞ്ഞു തരണം. ഓക്കെ, അപ്പോ ഇപ്പൊ ഞാൻ ആദ്യം വിളിച്ചത് അമല വിനോദ. അമല വിനോദ് ആരായിരുന്നു? ചന്ദ്രകൻ. ഓക്കെ, അനിത BS അഭിരാമി അല്ലേ? അതെ സർ. ഓക്കെ, അപ്പൊ അഭിരാമി ഒന്ന് പറഞ്ഞാട്ടെ, നമുക്ക് ഇപ്പൊ കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു?
തേർഡ് ടേമും 8th ടേം. ആ പറഞ്ഞാട്ടെ, ആരും ഇപ്പൊ എഴുതരുത്, എല്ലാരും സ്ക്രീൻ നോക്കിയിരിക്കുക. തേർഡ് ടൈം എത്ര ആയിരുന്നു? 30. 30, 30. ഓക്കെ. ആ അടുത്തത് 8th ടേം 80. 8th ടേം 80. 80 അല്ലേ? ഇനി എന്തോ അഭിരാമി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സീക്വൻസ്. ആദ്യത്തെ 3 ടേമുകൾ എഴുതണം അല്ലേ? അപ്പൊ അത് എഴുതണമെങ്കിൽ ഇനി എന്ത് വേണം? കോമൺ ഡിഫറൻസ്. അതെങ്ങനെ കണ്ടുപിടിക്കും? കോമൺ ഡിഫറൻസ് ഇസ് ഇക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പറഞ്ഞാട്ടെ. 80 minus 30 by 8 minus 3. ഓക്കെ. 80 മൈനസ് 30 എത്ര? 50. എത്ര? 50. 50 ഡിവൈഡഡ് ബൈ 8 മൈനസ് 3 5. 50 മൈനസ് 5, സോറി 50 ഡിവൈഡഡ് ബൈ 5 10. അപ്പൊ നമ്മുടെ കോമൺ ഡിഫറൻസ് നമുക്ക് 10 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ടൈം എഴുതാമല്ലോ. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം. ഇതിൽ ആരെ നമുക്കറിയാം? തേർഡ് ടേം. തേർഡ് ടൈം 30 ആണെന്ന് അറിയാം. ഓക്കെ. അപ്പം ഇതിന് മുമ്പുള്ള ആളുകൾ എങ്ങനെ കണ്ടുപിടിക്കും? 30 minus 10. 20. അതിന് മുമ്പുള്ള ആള് 20 minus 10 10. അപ്പൊ ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, എഴുതിക്കോളൂ. ഈ പാർട്ട് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഹലോ സാർ, അപ്പൊ ഇത് വരയ്ക്കണ്ടായിരുന്നു. ഞാൻ പറയാം. ഞാൻ പറയുന്ന പോലെ സ്റ്റെപ്പ് എഴുതണം. ആദ്യം ഈ മുകളിൽ എഴുതിയേക്കുന്ന അത്രയും ആളുകളെ ഒന്ന് നിരത്തി എഴുതിക്കേ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ സം ഓഫ് ദി 11th and 21st ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 80. വാട്ട് ഈസ് ദി 16th ടേം? ഇതാണ് നമ്മുടെ ചോദ്യം. അത് ഞാൻ എഴുതിയിരിക്കുന്ന 11 തൊട്ട് 21 വരെയുള്ള ആളുകളെ നിങ്ങളൊന്ന് എഴുതിക്കേ, നിരത്തി എഴുതിക്കേ. 11 തൊട്ട് 21 വരെയുള്ള ആളുകളെ നിരത്തി എഴുതുക. കഴിയോ? ഇനി അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്നത് x11 പ്ലസ് x21 is equal to 80 എന്നാണ് ക്വസ്റ്റ്യന് പറഞ്ഞേക്കുന്നത്. ബ്രാക്കറ്റിൽ ഗിവൺ. ഇതിൽ നിന്ന് ആരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? x16 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ x16 ഈക്വൽ ക്വസ്റ്റ്യൻ മാർക്ക് 16ാമത്തെ ടേം. എന്നിട്ട് നിങ്ങൾ ആ ഏറ്റവും മുകളിൽ എഴുതിയിരിക്കുന്നതിനകത്തിൽ ആ 16ാമത്തെ ടേം ഒന്ന് വട്ടം വരച്ചിട്ടേക്കണം. അറിയോ? എഴുതിയോ? ഇനി അടുത്ത വരിൽ എഴുതണം. x16 is equal. എന്തോ? ആദ്യം അത്ര നിരത്തി എഴുതിയിട്ട് അതിനുശേഷം പിന്നെ എന്ത് ചെയ്യണ്ട? 16 വട്ടം എഴുതണം. x11 പ്ലസ് x21 is equal to 80. അങ്ങനെ എഴുതണം. ബ്രാക്കറ്റിൽ ഗിവൺ എന്ന് എഴുതണം. ഗിവൺ. അപ്പൊ അങ്ങനാണെങ്കിൽ ഇത്രയും പേരുടെ നടുക്കുള്ള ടേമായ 16ാമത്തെ ടേം കണ്ടുപിടിക്കാൻ ഈ സമ്മായ 80നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ആൻസർ 40. ഇതിന്റെ ഐഡിയ ഇതാണ്: ഈ രണ്ടറ്റത്തും കിടക്കുന്ന 11ാമത്തെ ടേമിന്റെയും 21ാമത്തെ ടേമിന്റെയും സമ്മെന്ന് പറയുന്നത് നടുക്കുള്ള ടേമായ 16ാമത്തെ ടേമിന്റെ ഇരട്ടിയാണെന്നുള്ളതാണ്. ആ ഇരട്ടിയിലെ 2 കൊണ്ടുവന്നാണ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത്. പിടികിട്ടിയോ?
പിടി കിട്ടിയോ? ആ മനസ്സിലായി സർ. എഴുതിയാട്ടെ. ഓക്കെ, അപ്പോ ആ ചോദ്യം വായിക്കേണ്ടത് ദീപ്തി സുരേഷ് നമ്മുടെ അഭിനവല്ലേ? ആണ് സാർ. അഭിനവ് വായിച്ചാട്ടെ ചോദ്യം. The angle of a pentagon are in arithmetic sequence. If the angles are written according to their magnitude, what will be the third angle? If the smallest angle is 40 degree, what are the other angles? Can the smallest angle be 36 degree? അപ്പോൾ ആദ്യം ഒരു കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. അഭിനവേ, അവിടെ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു വാക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്താണ് ആ വാക്ക്? പെന്റഗൺ. എന്താണ് പെന്റഗൺ എന്ന് പറഞ്ഞാൽ? 5 സൈഡുള്ള, 5 സൈഡും 5 ആംഗിളും ഉള്ള ഒരു ക്ലോസ്ഡ് ജോമെട്രിക്കൽ ഫിഗറിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? പെന്റഗൺ. പെന്റഗൺ. അപ്പൊ പെന്റഗണിനെ കുറിച്ചാണ് ചോദ്യം. പെന്റഗണിന്റെ ആംഗിളുകളെ കുറിച്ച് അല്ലേ? പെന്റഗണിന് എത്ര ആംഗിൾ ഉണ്ട്? 5. ഞാന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഈ 5 ആംഗിളുകളിൽ 1, 2, 3, 4, 5 ഈ 5 ആംഗിൾ ഉള്ളതിലെ നടുക്കലത്തെ ആംഗിൾ ഞാൻ തൽക്കാലത്തേക്ക് എ എന്നെടുക്കുന്നു. അരിത്തമെറ്റിക് സീക്വൻസിലാണെന്നല്ലേ പറഞ്ഞേക്കുന്നത് 5 ആംഗിൾ? എന്നിട്ട് അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് ആകുമ്പോൾ അതിനൊരു കോമൺ ഡിഫറൻസ് കാണുമല്ലോ. കോമൺ ഡിഫറൻസ് കാണത്തില്ലേ? ഉണ്ട്. ആ കോമൺ ഡിഫറൻസ് ഞാൻ ഡി ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ എ കഴിഞ്ഞിട്ടുള്ള ആൾ ആരായിരിക്കും? A plus D. ഇത് കഴിഞ്ഞിട്ടുള്ള ആളോ? A plus 2D. ഓക്കെ. ഈ എക്ക് മുമ്പുള്ള ആളോ? A minus D. അതിന് മുമ്പുള്ള ആളോ? A minus 2D. അപ്പൊ 2 കാര്യം ശ്രദ്ധിക്കണം. ഇവരിപ്പോൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 5 ടേമുകളാണ്. കൂടാതെ ചോദ്യം അനുസരിച്ച് ഇവരാരാണ്? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, ചോദ്യം അനുസരിച്ച് ഇവരാരാണ്? പെന്റഗണിന്റെ സൈഡ് ആംഗിൾ. പെന്റഗണിന്റെ 5 ആംഗിൾസ് ആണ്. പെന്റഗണിന്റെ 5 ആംഗിൾസ്. ഇനി നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു പോളിഗണിന്റെ ഇന്നർ ആംഗിളിന്റെ സമ്മ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല. ഓർമ്മയുണ്ടോ അഭിനവേ? 8ാം ക്ലാസ്സിൽ ഞാൻ തന്നെ പഠിപ്പിച്ചതാ. ഒരു പോളിഗണിന്റെ ഇന്നർ ആംഗിൾ എന്തായിരുന്നു ഫോർമുല? n minus 2 into 180. n minus 2 into 180. n എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ആണ് അഭിനവേ? 5 minus 2 into 180. അപ്പം 3 into 180. 3 into 180 എത്ര? 540. അപ്പൊ ഈ പെന്റഗണിന്റെ 5 ആംഗിളൂടെ കൂട്ടിയാൽ 540 കിട്ടും. ഇതിനെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഭാഷയെ പറഞ്ഞാലോ അഭിനവേ? പെന്റഗണിന്റെ 5 ആംഗിളൂടെ കൂട്ടിയാൽ 540 കിട്ടും. ഇതിന് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ ആംഗിളുകളൊക്കെ അരിത്തമെറ്റിക് സീക്വൻസിലാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ ലിങ്ക് ചെയ്ത് പറഞ്ഞാൽ എങ്ങനെ പറയും? Sum of 5 terms is 540. ഈ മുകളിൽ എഴുതി വെച്ചിരിക്കുന്ന 5 ടേമൂടെ കൂട്ടുമ്പോ നമുക്ക് എത്ര കിട്ടും? 540. അപ്പൊ അങ്ങനാണെങ്കിൽ ഈ 5 എന്ന് പറയുന്ന എണ്ണം ഒരു ഓഡ് നമ്പർ അല്ലേ? അങ്ങനാണെങ്കിൽ അഭിനവന് മറ്റെന്തെങ്കിലും കാര്യം കണ്ടുപിടിക്കാൻ പറ്റുമോ? മിഡിൽ ടൈം. പറഞ്ഞാട്ടെ, മിഡിൽ ടൈം ആരാ? 5 പേരുള്ളതിലെ മിഡിൽ ടൈം ആരാ? 3. തേർഡ് ടൈം ഈക്വൽ പറഞ്ഞാട്ടെ
540 ഡിവൈഡഡ് ബൈ ഡിവൈഡ് ബൈ 3 ആണോ? 5 പേരുടെ സമ്മല്ലേ 540. അപ്പൊ മൂന്നാമത്തെ ടേം കണ്ടുപിടിക്കാൻ 540 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണ്ടേ? 5 കൊണ്ട്. 540നെ 5 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് പറഞ്ഞേ. 108 ഡിഗ്രി. 108. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഭാഷയെ പറഞ്ഞാൽ തേർഡ് ടേം. പെന്റഗണിന്റെ ഭാഷയെ പറഞ്ഞാലോ തേർഡ് ഒരാംഗിൾ എന്നാണ് പറഞ്ഞേ. തേർഡ് ആംഗിൾ, മൂന്നാമത്തെ ആംഗിൾ. തേർഡ് ആംഗിൾ ഇസ് ഈക്വൽ ടു എത്ര ഡിഗ്രി? 108. ഇതല്ലേ ഒന്നാമത്തെ ചോദ്യം? ഇതാണോ ഒന്നാമത്തെ ചോദ്യം? ഈ ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും മനസ്സിലായോ? ഞാനിപ്പോൾ പറഞ്ഞ ഫസ്റ്റ് പാർട്ട് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ ഞാൻ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം, എഴുതിക്കോളൂ. ആദ്യത്തേത്, പിന്നെ ബാക്കി നിങ്ങൾ സ്ക്രീനിൽ നോക്കി എഴുതിയാൽ മതി. പറയട്ടെ. let the 5 angles of the pentagon, let the 5 angles of the pentagon, 5 angles of the pentagon are, രണ്ട് ബോർഡ് കിടപ്പുണ്ട്. എന്തൊക്കെയാണ്? എന്തൊക്കെയാണ്? a minus 2d, a minus d, a plus d, a plus 2d. അത്രയും എഴുതിയിട്ട് ബാക്കി താഴോട്ട് എഴുതി തേർഡ് ആംഗിൾ ഈക്വൽ 108 വരെ അതുപോലെ എഴുതുക. ഓക്കെ. അപ്പോൾ അങ്ങനാണെങ്കിൽ ധന്യ രഞ്ജിത്ത് ആരാണ്? കൃഷ്ണജിത്തെ അതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ കൃഷ്ണജിത്തെ. If the smallest angle is 40 degree, what are the other angles? സ്മോളസ്റ്റ് ആംഗിൾ എത്ര ആണെന്നാണ് അവർ പറയുന്നത്? 40 ഡിഗ്രി. 40. എല്ലാവരും സ്ക്രീനിൽ നോക്കിയിരിക്കണം, ഞാൻ പറഞ്ഞിട്ട് എഴുതാവോ. 40 ഡിഗ്രി ആണെന്നാണ് തന്നേക്കുന്നത്. നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഇപ്പം എഴുതിയേക്കുന്ന സ്റ്റെപ്പിന്റെ ഇടതുവശത്ത് കിടക്കുന്ന സ്റ്റെപ്പ് കണ്ടോ കൃഷ്ണജിത്ത്? ഇപ്പം എഴുതിയേക്കുന്ന അതനുസരിച്ച് സ്മോളസ്റ്റ് ആംഗിൾ ആരാ? കൃഷ്ണജിത്ത് a-2d, a-d, a+d, a+2d എന്നൊക്കെ എഴുതി വെച്ചിട്ടില്ലേ? അതനുസരിച്ച് ഏറ്റവും ചെറിയ ആംഗിൾ ഏതാണ്? എഴുതിയിരിക്കുന്നതിലെ ഏറ്റവും ചെറിയ ആംഗിള് കൃഷ്ണജിത്ത് മിണ്ടത്തില്ലയോ? ഒന്നുകിൽ അറിയാം അല്ലെങ്കിൽ അറിയാൻ വയ്യ, എന്തെങ്കിലും പറയണ്ടേ? ജിഷ രഞ്ജിത്ത് ആരാ? ആനന്ദിന്റെ അഭിപ്രായത്തിൽ ഈ എഴുതി വെച്ചിരിക്കുന്നതിലെ സ്മോളസ്റ്റ് ആംഗിൾ ഏതാ? a-2d. അപ്പൊ അങ്ങനാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം, a-2d വില എത്രയാണ്? എത്ര? a-2d വില എത്ര? 108. 108. a-2d വിലയോ? ആനന്ദ സ്മോളസ്റ്റ് ആംഗിൾ, ഏറ്റവും ചെറിയ ആംഗിൾ 40 എന്ന് എടുക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്.
അതനുസരിച്ച് നമ്മൾ എഴുതി വച്ചിരിക്കുന്നതിൽ സ്മോളസ്റ്റ് ആംഗിൾ എന്ന് പറയുന്നത് A-2D ആണ്. ആ A-2Dയുടെ വില അപ്പം എത്ര വരും? 40. ആ, ഇതിൽ ഈ ഇടതുവശത്ത് കിടക്കുന്ന ആരെയെങ്കിലും ആനന്ദിന് ഇതിനു മുമ്പേ കിട്ടിയായിരുന്നോ? A കിട്ടിയായിരുന്നു. A കിട്ടിയായിരുന്നു. അതല്ലേ നമ്മുടെ തേർഡ് ആംഗിള്. അന്ന് തേർഡ് ആംഗിൾ എത്ര? 108. അപ്പൊ എക്ക് വരെ 108 കൊടുക്കാമല്ലോ. കൊടുക്കാം. 108 - 2D = 40. ഞാൻ ഈ 40യെ ലെഫ്റ്റിൽ കൊണ്ടുവരുന്നു, 2Dയെ റൈറ്റിൽ കൊണ്ടുവന്നു. അപ്പൊ പറഞ്ഞാട്ടെ 108 മൈനസ് ആ. 40. 40 = 68. അല്ല 2D. 2D. 108ൽ നിന്ന് 40 കുറച്ചാൽ 68. 68. 68 = 2D. അപ്പൊ D = 68/2. 2. 34. അപ്പോ കോമൺ ഡിഫറൻസ് കിട്ടി 34. അപ്പൊ ഇനി എന്തുവായിരുന്നു ചോദ്യം? അതർ ആംഗിൾസ് ഏതാണ്? ബാക്കി ആംഗിൾസ് എഴുതാനാണ്. ഒന്ന് നോക്കിക്കേ, നമുക്ക് 5 ആംഗിളാ വേണ്ട. 1, 2, 3, 4, 5 ആംഗിൾ. ഇതിലെ മൂന്നാമത്തെ ആംഗിൾ എത്ര നമുക്ക് കിട്ടി? 108. 108 കിട്ടി. അപ്പൊ ഇനി അങ്ങനാണെങ്കിൽ ആനന്ദേ 108 കഴിഞ്ഞിട്ടുള്ള ആംഗിൾ ഏതൊക്കെ വരും എന്ന് പറഞ്ഞാട്ടെ. 108നോട് 142. അല്ല 108നോട് 34 കൂട്ടുമ്പോ എത്ര കിട്ടും? 142. ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള ആംഗിളോ? 142നോട് 34 കൂട്ടണം. എത്ര കിട്ടും? 176. 176. 108ന് മുമ്പുള്ള ആംഗിളോ? 74. 108ൽ നിന്ന് 34 കുറയ്ക്കുമ്പോ 74. അതിന് മുമ്പുള്ള ആംഗിളോ? 40. 40. ഓക്കെ. അപ്പം ആംഗിൾ എല്ലാം കിട്ടിയോ? കിട്ടി. ഈ രണ്ടാമത്തെ പാർട്ട് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. എല്ലാവരോടാണ് ചോദ്യം. രണ്ടാമത്തെ പാർട്ട് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി. അപ്പോ എഴുതിയെടുക്കുക. മനസ്സിലായി. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. സബ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരുന്നത് ഈ പെന്റഗണിന്റെ ഏറ്റവും ചെറിയ ആംഗിൾ എത്ര വരുമോ എന്നാണ്. 36. നമ്മൾ സ്മോളസ്റ്റ് ആംഗിൾ 36 വരുമെന്നങ്ങ് വിചാരിച്ചു. നമ്മൾ എഴുതി തുടങ്ങിയ അനുസരിച്ച് സ്മോളസ്റ്റ് ആംഗിൾ എത്ര കീർത്തനെ? 108. അല്ല, സ്മോളസ്റ്റ് ആംഗിളോ? 36. അല്ല, നമ്മൾ തുടങ്ങിയതനുസരിച്ച് സ്മോളസ്റ്റ് ആംഗിൾ ആരാ? A-2D. -2D. അപ്പൊ A-2Dയുടെ വില 36. ഇതിൽ ആരെയെങ്കിലും നമുക്ക് അറിയാമായിരുന്നോ? A അറിയായിരുന്നു. A അറിയാം. A എത്ര? 108. അപ്പൊ 108 - 2D = 36. നമ്മൾ 36നെ ലെഫ്റ്റിലോട്ടും 2Dയെ റൈറ്റിലോട്ടും കൊണ്ടുപോയി. അപ്പൊ 108 - 36 = 2D. 108ൽ നിന്ന് 36 കുറച്ചപ്പോ 72. 72 = 2D. അപ്പൊ D = 72/2. അപ്പൊ ഡിയുടെ വില 36. ഇത് വെച്ചോ നമ്മൾ ആംഗിൾ ഒക്കെ ഒന്ന് എഴുതി നോക്കി. മൂന്നാമത്തെ ആംഗിളായിട്ട് 108നെ ഫിക്സ് ചെയ്ത് വെച്ചു. അപ്പൊ 108 കഴിഞ്ഞിട്ടുള്ളവരെ കിട്ടാൻ വേണ്ടി 36 കൂട്ടി എഴുതി. 108ന് മുമ്പുള്ളവരെ കിട്ടാൻ വേണ്ടിയിട്ട് 36 കുറച്ച് എഴുതി. അപ്പൊ എന്തോ കീർത്തനെ പ്രശ്നം പറ്റിയത്? 180 വരുമ്പം സ്ട്രെയിറ്റ് ലൈൻ ഏറ്റവും അവസാനത്തെ ആംഗിൾ കിട്ടിയപ്പോ 180 കിട്ടി, 180 കിട്ടി. 180 ആകുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പം എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് അങ്ങ് നീണ്ടുപോകും. ആ സൈഡ് പോയി വേറെ ഒരു വശത്തിൽ പോയി എന്ത് ചെയ്യത്തില്ല? കൂട്ടിമുട്ടത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ഫിഗർ കിട്ടത്തില്ല? പെന്റഗൺ നമുക്ക് കിട്ടത്തില്ല. ഇപ്പൊ ക്ലിയർ ആയോ എല്ലാവർക്കും? മനസ്സിലായി സർ. ഓക്കെ, എഴുതിയാട്ടെ. മനസ്സിലായി സാർ.
എന്തോ മോനെ? cannot be. The fifth angle is 180, which is not possible. എഴുതിയോ? Last conclusion, the smallest angle cannot be 36 degree. The smallest angle cannot be 36 degree. എഴുതി കഴിഞ്ഞോ എല്ലാരും? എഴുതി കഴിഞ്ഞോ? Thank you, sir. Thank you, sir.